എന്തു പറ്റി? പറ, എന്തു പറ്റി? എൻ്റെ റിലേറ്റീവിൻ്റെ കല്യാണത്തിന് ഞാൻ പോകുന്നില്ല. ഞാൻ പ്രഗ്നന്റ് ആടാ. അച്ഛാ പ്രഗ്നന്റ്. പ്രഗ്നന്റോ? അല്ല, അത് ഞങ്ങളുടെ കമ്പനി പ്രഗ്നന്റ് ആയ സ്ത്രീകൾക്ക് പുതിയ പ്രോഡക്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ അതിനെപ്പറ്റി പറഞ്ഞായിരുന്നു. ഞാൻ പിന്നെ വിളിക്കാം പ്ലീസ്. എത്ര തവണ പറഞ്ഞതാ സേഫ്റ്റി ആയിട്ടിരിക്കുന്നു. അവസാനം ഇങ്ങനെ സംഭവിച്ചല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ട് നിക്കടാ അവിടെ. നിക്കാന് തുറക്കടാ. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് ഇപ്പൊ അഭിനയിക്കുന്നു. സേഫ്റ്റി നോക്കടാ നീയല്ലേ? നിനക്കെല്ലാം ഒരു കളിയാ. കഥ ഓർക്കടാ. ഇന്നിവനെ ഞാനുണ്ടല്ലോ. പ്രഗ്നൻസി കൺഫേം ആണോ? നീ സത്യം തന്നെയാണോ പറയുന്നത്? അയ്യോ അല്ല, ഞാൻ എന്തിനാ ചോദിച്ചെന്ന് വെച്ചാ, ഒരുപക്ഷെ കൺഫേം ആണെങ്കിലും നമുക്കതിനെ അബോർട്ട് ചെയ്യാലോ. നീ പേടിക്കണ്ട. എന്താ പറഞ്ഞേ? എന്തോ പറഞ്ഞേന്ന്? അതെ, അബോർഷൻ ചെയ്തേക്കാം. പട്ടി. ഞാൻ നിന്നെയാണല്ലോ സ്നേഹിച്ചത്. തുഷി, ഒരു മിനിറ്റ്. ഇത് നോക്ക്. ഗൂഗിളിൽ നോക്കിയേ. ഇതിന് ശേഷം ഇതങ്ങനെ തന്നെ ഫോളോ ചെയ്യ്. ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമില്ല. കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരുന്ന ഓട്ടോമാറ്റിക്കായിട്ട് ക്ലിയർ ആയിക്കോളും. അത്രേ ഉള്ളൂ കാര്യം. നീ ഇതിനൊക്കെ ഇങ്ങനെ കിടന്ന് പേടിച്ചാൽ എങ്ങനെയാ? നോക്ക്. നീ തന്നെ കുഞ്ഞിനെ കൊല്ലുമെന്ന് തോന്നുന്നു. കുഞ്ഞോ? എന്ത് കുഞ്ഞ്? അല്ല, അത് അങ്ങനല്ല. ഇപ്പം നമ്മളിത് കൺഫേം ചെയ്തല്ലേ ഉള്ളൂ. കുഞ്ഞിനെ പ്രസവിക്കാൻ ഇനിയും 10 മാസമുണ്ട്. നീ ഇത് കേൾക്ക്. അതായത് നമ്മുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നമുക്കൊരു കുഞ്ഞിൻ്റെ ആവശ്യമില്ല. മനസ്സിലായോ? ആദ്യം നീ കൈയെടുക്ക്. നീ എന്ത് പറഞ്ഞാലും ശരി, ഇതിനെ ഞാൻ നശിപ്പിക്കാൻ കൂട്ടിയിക്കില്ല. ഓ, നീ എടുത്ത തീരുമാനം എന്തായാലും കൊള്ളാം. മിണ്ടാതിരിയടാ. നീ ആദ്യം പോ. ഹൈദരാബാദിലേക്കോ എവിടേക്കാന്ന് വെച്ചപ്പോ. വെറുതെ എന്നെ ശല്യപ്പെടുത്താതെ. പോകുമ്പോൾ ആ പൂജയെ കൂടെ കുട്ടിക്കോ. അച്ഛാ, ഞാൻ ജോലിയിലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? എത്ര തവണയെന്ന് വെച്ചാൽ പറയാ. നിങ്ങൾ എന്തിനിങ്ങനെ വീണ്ടും വിളിച്ചോണ്ടിരിക്കുന്നേ? എന്തൊക്കെയാണ് ഈ പറയുന്നത്? ആരെ വിളിക്കുന്ന നോക്ക്. പൂജ. പൂജ തന്നെയാ. എന്താ പറ്റി നിനക്ക്? സോറി പൂജ, ഞാൻ പിന്നെ കുറച്ച് ജോലി തിരക്കിലായിരുന്നു. അതുകൊണ്ട് വർക്ക് ഫ്രം ഹോം തന്നായിരുന്നു. അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ അച്ഛനും എന്നെ വിളിച്ച് വെറുതെ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്നു. എപ്പോഴാണ് നാട്ടിലേക്ക് വരുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. എനിക്കാണെങ്കിൽ മറിച്ചൊന്നും പറയാനും പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ പൂജയോട് അച്ഛനാണ് വിളിക്കുന്നതെന്ന് കരുതി അങ്ങനെയൊക്കെ സംസാരിച്ചത്. പിന്നെ തുഷിക്കാണെങ്കിൽ തീരെ സുഖമില്ല. തുഷി, 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 ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. കഥ ഒന്ന് തുറക്ക് പ്ലീസ്. തുഷി, നീ കഥ ഒന്ന് തുറക്ക്. ഐ തിങ്ക് കാർ അവിടെയാണെന്ന് തോന്നുന്നു കേട്ടോ. ഷുവർ. ഓ മൈ ഗോഡ്, ഇവിടെ എന്തോ ഒരു പൊല്യൂഷൻ ആണല്ലേ ഇത്. പക്ഷെ കാറിനകത്തിരിക്കുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെയല്ലേ ഇരിക്കുന്നത്. ഹൈദരാബാദ് ശരിക്കും മനോഹരമായിട്ടുണ്ടല്ലേ? എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി. ഗുഡ് മോർണിംഗ്. ഹായ്, വെൽക്കം. ഞാൻ പൂജ ചൗധരി. ഇവിടെ റിസർവ് ചെയ്തിരുന്നു. താങ്ക് യു മാം. നീല സർ. താങ്ക് യു Please fill the സോ form, മച്ച്. ആൻഡ് ദിസ് ഇസ് മൈ. താങ്ക് യു. അച്ഛൻ എന്നെ അടിക്കാറേ ഇല്ല. അമ്മ മാത്രമേ എന്നെ എപ്പോഴും അടിക്കൂ. അതിനുശേഷം അമ്മയോട് വഴക്കിട്ടിട്ട് വെളിയിൽ പോവും.
അങ്ങനെയാണോ പറയുന്നേ? ശരി, നമുക്ക് അച്ഛന് കൊടുക്കാം കേട്ടോ. മോളെ, ചേച്ചിയോട് പലചരക്ക് സാധനമൊക്കെ വാങ്ങിച്ചോണ്ട് വരാൻ പറഞ്ഞു. അതെ, പച്ചക്കറി, പലവ്യഞ്ജന സാധനങ്ങൾ, മുട്ട, പിന്നെ സോപ്പ് പൗഡർ 2 പാക്കറ്റ്. ചേച്ചിക്കൊരു കാര്യം അറിയാവോ? നിക്ക്, ഞാനിപ്പോൾ പറയാവേ. ചേച്ചി സാധനം വാങ്ങിക്കാൻ കൊടുത്തിട്ട് കാശില്ലേ ബാക്കി ചേച്ചിക്ക് കിട്ടത്തില്ല. ഇതൊക്കെ നിനക്കെങ്ങനെ അറിയാം? ഏട്ടനെത്തിക്കഴിഞ്ഞു. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗളം, നാളെയാണ് താലിമംഗളം. ഇതും എഴുതണം. തുസി, ആ ആ വൃത്തികെട്ടവൻ വീണ്ടും വന്നിട്ടുണ്ട്. എന്ത്? ഹലോ, എവിടെയാ? ഞാൻ വന്നിട്ട് കുറെ നേരമായി. അല്ല, നിക്ക് നിക്ക് ഇവനായിരുന്നു. നിക്ക്. എന്താ ഇത്? ഈ ഡ്രസ്സോടെ അവന്റെ മുന്നിൽ പോവാനോ? നിക്ക് നിക്ക് നിക്ക്. ആ, ഈ തുണി അങ്ങോട്ടിട്. അവൻ എന്തിനാ വന്നതെന്ന് ഞാൻ ചോദിക്കട്ടെ. നീ എന്തായി കാണിക്കുന്നേ? നീ കുളിച്ചിട്ട് എത്ര ദിവസമായെന്ന് ആർക്കറിയാം? ഈ വൃത്തികെട്ട ഡ്രസ്സ് ഇട്ട് എണീക്ക. ആദ്യം എണീക്കുന്നത്. എടാ, എണീക്കാൻ. അയ്യയ്യേ, നോക്ക് നോക്ക്, ഇത് മൊത്തം അഴുക്കായി. എന്താ ഇത്? ചെരുപ്പിൽ എന്താ ചവിട്ടിക്കൊണ്ട് അങ്ങനെ വന്നിരിക്കാ. എണീക്ക്, നീ ആദ്യം ഈ സോഫയിൽ നിന്ന് എണീക്ക്. ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഓ, ഇപ്പൊ സമാധാനമല്ലോ. എന്റെ ദൈവമേ, നീ തറയിലും ഇരുന്നോ? ഞാൻ വേറെന്ത് ചെയ്യാനാ? ഇവിടെ ഇരിക്കാൻ സമ്മതിക്കുന്നില്ലല്ലോ. ശരി, അവിടെ തന്നെ ഇരിക്ക്. പ്രാന്താ? അതെ, ഇവര് വേലക്കാരിയാണോ അതോ ഇവിടുത്തെ മുതലാളിച്ചോ? എന്താ പറഞ്ഞേ? ഒന്നുമില്ല. എന്താ പറഞ്ഞേ? ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? വന്ന പണി മാത്രം നോക്കിട്ട് പോ. അനാവശ്യം പറഞ്ഞ എന്റെ സ്വഭാവം അറിയും നീ. നിങ്ങൾ വന്നോളും ഓരോരുത്തമാര്. ഓ, ഇത് വല്ലാത്ത കഷ്ടം തന്നെ. ശരി, അതൊക്കെ വിട്ടേക്ക്. ഏയ്, എന്തു പറ്റി? എന്താ നീ വല്ലാതിരിക്കുന്നെ? ഓഫീസിലേക്ക് കൃത്യമായിട്ട് വരുന്നില്ല, ഫോൺ വിളിച്ചാൽ എടുക്കുന്നില്ല. ശരിക്കും നിനക്ക് എന്താ പറ്റിയേ? ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫോണിന് കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു, അതാ. എൻ്റെ ഫോൺ. ആ ഫോണിങ് വന്നേ, തരാ. ഇവരെയൊക്കെ അല്ല എങ്ങനെ മോളെ, ഇങ്ങോട്ട് വാ. വരുന്നു. എന്നാ ഞാൻ പോട്ടെ, പോയിട്ട് ജോലിയുണ്ട്. ഇതാ പൈസ. ഞങ്ങൾ സിനിമയ്ക്ക് പോകാൻ പോവേ, അതുകൊണ്ടാ. വാ മോളെ. ജോലിക്കാരിയാ? സമയത്തിന് സിനിമയ്ക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വാ, പറ, എന്താ വേഗം നിന്റെ പ്രശ്നം? നടക്കുന്നേ. സുന്ദരി സുന്ദരി ഒന്നൊരുങ്ങി വാ. വരാൻ. തീർന്നൂടെ? എന്താ കാര്യം? അവൻ എന്തേലും പ്രശ്നം ഉണ്ടാക്കിയോ? ഡിപ്രഷൻ. ഓഫീസിൽ എന്തൊക്കെയുണ്ട്? ഓഫീസ്? അതിപ്പോ ഓഫീസൊന്നുമല്ല, ഗോസിപ്പ് സെന്റർ എന്ന് പറയാം. ഈടെയായിട്ട് ആ സ്ഥിതിയില്ല പോക്ക്. എന്തു പറ്റി? എന്താ പ്രശ്നം? അത് നിന്നെക്കുറിച്ച് തന്നെ, ലിവിങ് റിലേഷൻഷിപ്പിനെ കുറിച്ച്. അതിനെപ്പറ്റി എന്തിനാ? അത് ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നല്ലേ. നമ്മുടെ ക്യാൻറ്റീനിലേ എപ്പോഴും നിന്നെക്കുറിച്ച് മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. അങ്ങനെ എന്താ പറയുന്നേ? നമ്മുടെ ആ ജയന്തി ഉണ്ടല്ലോ, അവളെക്കുറിച്ച് നിനക്കറിയാലോ. അവളുടെ വാ വെറുതെ ഇരിക്കില്ല. അവൾ കുടിക്കുന്നു, വലിക്കുന്നു, കണ്ടവൻ്റെ കൂടെയൊക്കെ പോകുന്നു. അതിനൊന്നും ഒരു കുറവുമില്ല. അതിനൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല. അവളാണ് നിന്നെക്കുറിച്ചുള്ള കഥയൊക്കെ ഇറക്കി വിടുന്നത്. അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പിന്നെന്താ എങ്ങനെ? ശരി, അവിടെ കാര്യം ഞാൻ നോക്കിയോളാം. ഇങ്ങനെ കുറേ എണ്ണങ്ങൾ. ശരി, അത് പോട്ടെ. നീ നിന്റെ കാര്യം നോക്ക്. പ്രഭു, ഞാനും അതിന് വേണ്ടിയാ ട്രൈ ചെയ്യുന്നേ. ഒരു കാര്യം പറയട്ടെ, എനിക്കിവിടെ തീരെ ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ നാട് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്.